നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. സർ, കാനഡയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ഗംഭീരം വാർത്തകളാണ്. കാരണം നമ്മൾ കണ്ടു കർഷക സമരത്തിന്റെ പേരിലൊക്കെ നടന്ന ഭാരതത്തിന്റെ ആ ഒരുപാട് ആക്രമണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഖാലിസ്ഥാൻ തീവ്രവാദികളെ. കാരണം ഭാരതത്തിന്റെ ശത്രു രാജ്യങ്ങൾ, പുറത്തുള്ള ശത്രു രാജ്യങ്ങളെക്കാൾ കൂടുതൽ എപ്പോഴും വേദനിച്ചിട്ടുള്ളതും എപ്പോഴും ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് ആഭ്യന്തര ശത്രുക്കളിൽ നിന്ന് തന്നെയാണെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന ഇസ്ലാമിക ഭീകരത, അവരെ മാറ്റിവെച്ചാൽ മറ്റൊരു ശത്രുക്കൾ തന്നെയായിരുന്നു ഖലിസ്ഥാൻ തീവ്രവാദികൾ എന്നുള്ളതൊക്കെ കർഷക സമരത്തിൽ കൃത്യമായിട്ടും നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ്. എന്താണ് സർ കാനഡയിൽ നിന്ന് വരുന്ന വലിയ വാർത്തകൾ? കാരണം ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ആ ചങ്ങാതി ഈ പറയുന്ന ഖലിസ്ഥാൻ തീവ്രവാദികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ വഹിച്ച പങ്ക് ലോകത്തിന് മുഴുവൻ അറിയാം. ഇന്ന് അദ്ദേഹത്തെ വാരി വലിച്ച് നിലത്തടിച്ചുകൊണ്ട് താഴോട്ട് വലിച്ചിട്ടിരിക്കുന്നു എന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് സർ കാനഡയിലെ ഇന്നത്തെ ഈ നിരീക്ഷണത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? കാനഡയുമായിട്ട് നമുക്ക് വളരെ പഴയ രീതിയിലുള്ള ചില ബന്ധങ്ങളുണ്ട്. 1985 എയർ ഇന്ത്യ വിമാനം തട്ടിക്കൊണ്ടുപോയ ഖാലിസ്ഥാൻ തീവ്രവാദികൾ 329 പേരുടെ മരണത്തിന് കാരണമായ രീതിയിൽ അതിനെ തകർക്കുകയുണ്ടായി. ആ സമയത്ത് അതിന്റെ പ്രതികൾ കാനഡയിലാണുള്ളത്. ആ കാനഡയിലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പ്രതികളെ ഇന്ത്യക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അന്നത്തെ കനേഡിയൻ ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ പിന്നിലൊരു വലിയ കാരണമുണ്ട്. കാനഡ എന്ന് പറയുന്ന രാജ്യം വലുതാണേലും ജനസംഖ്യ തീരെ കുറവാണ്. അവിടെ 10 ലക്ഷം വോട്ട് സിഖുകാർക്ക് തന്നെയുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്ന സിഖുകാർക്ക് 10 ലക്ഷം വോട്ടുണ്ട്. അവർക്കൊരു പാർട്ടിയുണ്ട്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി. ഈ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പൊ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖാലിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ജസ്റ്റിൻ ട്രൂഡോ സ്വീകരിക്കുകയും ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമായ ഒരു സിഖ് രാഷ്ട്രം ഖാലിസ്ഥാൻ സ്ഥാപിക്കണം, അതിന് ഇന്ത്യ വിഭജിക്കണം എന്ന നിലപാടെടുത്ത അവിടുത്തെ സിഖ് ഭീകര സംഘടനകൾക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതിന്റെ എല്ലാം പുറകിലുള്ള ഉദ്ദേശം അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഇപ്പൊ കേരളത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആയിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും കാനഡയിലും ഇന്ത്യയിലുമായിട്ട് ജീവിക്കുന്ന ഭീകരന്മാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടും എന്ന് വരികയും കാനഡയിലും ഇന്ത്യയിലും പാസ്പോർട്ട് ഒരുപോലെ സൂക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുകയും അവരുടെ സാമ്പത്തിക ഭീകരവാദ കുറ്റങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുകയും ചെയ്തതോടുകൂടി ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. എന്നാലും കനേഡിയൻ ഭരണകൂടത്തിന്റെ പിന്തുണ അവർക്കുള്ളത് കൊണ്ട് അവര് കാനഡയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിലെ അസ്വസ്ഥതകൾ കുത്തിപ്പൊക്കാൻ തുടങ്ങി. അതാണ് ഇന്ന് വടക്കേ ഇന്ത്യയിലെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കർഷക സമരം. ഈ കർഷക സമരത്തിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് മുഴുവൻ കാനഡയിൽ നിന്നായിരുന്നു. കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചു. അവരുടെ അന്താരാഷ്ട്ര ഫണ്ടിങ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഈ സിഖ് തീവ്രവാദികൾക്ക് ഫണ്ട് ഒഴുകിയെത്തി. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കർഷക സമരം എന്നുള്ള പേരില് പ്രച്ഛന്നമായിട്ടുള്ള ഖാലിസ്ഥാൻ സമരം ഡൽഹിയിൽ അരങ്ങേറി. നമ്മൾ കണ്ടതുപോലെ ചെങ്കോട്ടയിലെ ത്രിവർണ പതാക വലിച്ചു താഴെ ഇട്ടിട്ട് അവിടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തി. പക്ഷെ അപ്പോഴൊക്കെ ഒരു വെടിവെപ്പ് ഉണ്ടാക്കാതെ, ചോര പൊതിയാതെ വളരെ തന്ത്രപരമായി കേന്ദ്ര ഗവൺമെന്റ് അതിനെ നിർവീര്യമാക്കി എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എന്നാലും ഇന്ത്യക്ക് പുറത്തുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യം, അവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവര് ശക്തമായി പിന്തുണയ്ക്കുന്ന ഈ വിഘടനവാദത്തെ നേരിടാൻ അന്ന് മുതൽ ഇന്ത്യ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി അന്താരാഷ്ട്ര രംഗത്ത് കാനഡയെ വരിഞ്ഞു മുറുക്കാനും കാനഡ അഭയം കൊടുത്തിരിക്കുന്ന തീവ്രവാദികളെ കാനഡയുടെ അകത്ത് കയറി കൊല ചെയ്യാനും നമ്മൾ തയ്യാറായി. അതായത് ഹർദീപ് സിംഗ് നിജാർ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദിയെ കാനഡയുടെ ഉള്ളിൽ കയറി അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. ഈ അജ്ഞാതൻ ഇപ്പൊ ഒത്തിരിയിടത്ത് പല പരിപാടികളും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ നിരവധി വേറെ അജ്ഞാതൻ കൊന്നു. കാനഡയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല, കാനഡയ്ക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ ട്രംപ് അധികാരവാദ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി കാനഡ ഉടൻ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 25% അധിക നികുതി അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞു. ഈ കാനഡ എന്ന് പറയുന്ന രാജ്യം
അമേരിക്കയിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്നവരാ. കാനഡയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അമേരിക്കയിൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം കാനഡയ്ക്ക് ജീവിക്കാൻ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ധാരാളം കുട്ടികളും ധാരാളം ആൾക്കാരും കാനഡയിൽ ജോലി തേടി പോകുമ്പോൾ നമ്മൾ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് കാനഡയിൽ ജോലി കിട്ടുന്നത്? കാനഡയിലെ വിദ്യാർത്ഥികളും കാനഡയിലെ യുവാക്കളും അമേരിക്കയിലേക്ക് ജോലി തേടി പോവുകയാണ്. അതുകൊണ്ട് കാനഡയിൽ യുവാക്കളില്ല, കാനഡയിൽ വിദ്യാർത്ഥികളില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പിലേക്കാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവാക്കളും കാനഡയിലേക്ക് ഒഴുകുന്നത്. പക്ഷേ അമേരിക്ക പറഞ്ഞു, ഈ തരത്തിലുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് കാനഡ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇറക്കുമതി ഡ്യൂട്ടി 25% വർദ്ധിപ്പിക്കും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഈ പൊട്ടനായിട്ടുള്ള ട്രൂഡോ പറഞ്ഞത് എന്താണെന്നറിയാമോ? അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റിലേക്ക് വൈദ്യുതി കൊടുക്കുന്നത് കാനഡയിൽ നിന്നാണ്. അങ്ങനെ എങ്ങാനും ചെയ്താൽ ഞങ്ങൾ വൈദ്യുതി വിച്ഛേദിച്ചു കളയും. ആരോടാ പറയുന്നത്? അമേരിക്കയോട്. അപ്പോ അമേരിക്ക പറഞ്ഞു, ശരി, ഒരു സ്റ്റേറ്റിലെ വൈദ്യുതി എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടുന്ന് എടുക്കുന്നതാണ് എളുപ്പം, അതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ, വേണ്ട, വൈദ്യുതി അങ്ങ് വിച്ഛേദിച്ചോ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞതോടുകൂടിയാണ് പാർട്ടിക്കകത്ത് അവിടെ പട തുടങ്ങി. അതായത് ഇദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്കകത്ത് ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ വട്ടൻ നയങ്ങൾക്കെതിരെ, ഭ്രാന്തൻ നിലപാടുകൾക്കെതിരെ വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതിന് നേതൃത്വം കൊടുത്തത് തമിഴ് വംശജയായ, അമ്മ തമിഴും അച്ഛൻ പഞ്ചാബിയുമായിട്ടുള്ള അനിത ഇന്ദിര ആനന്ദ് എന്ന് പറയുന്ന വനിതാ നേതാവാണ്. അവര് കേവലം നേതാവ് മാത്രമല്ല, ലിബറൽ പാർട്ടിയുടെ നേതാവും ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയുമാണ്. ഇതിനു മുമ്പ് അവര് സേവന മന്ത്രിയായിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു. ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ലിബറൽ പാർട്ടി നേതാവായിട്ട് അനിത ഇന്ദിര ആനന്ദ് ഉയർന്നു വന്നിരിക്കുക. പക്ഷെ എന്നിരുന്നാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് രക്ഷയില്ലാത്തത് കൊണ്ട് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരാനാണ് സാധ്യത. പിയറി പൊയ്ലിവർ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കൺസർവേറ്റീവ് പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും കാനഡ ഭരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പൊ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന കാര്യം. പക്ഷെ എന്താണെങ്കിലും ഈ ട്രംപിന്റെ ശക്തമായ നിലപാടിന്റെ പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ളത് ലോകം തിരിച്ചറിയുന്നു. എന്തുകൊണ്ടാണ് കാനഡയ്ക്കെതിരെ അതിശക്തമായ നിലപാട് ട്രംപ് സ്വീകരിച്ചത്? അത് കേവലം ട്രംപിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും കാനഡ ഒരു വലിയ ശല്യമൊന്നുമല്ല. ഇപ്പം നമ്മളോട് ചേർന്ന് നേപ്പാളും ഭൂട്ടാനും കിടക്കുന്നു, അല്ലെ ശ്രീലങ്ക കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ശല്യമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ അമേരിക്കയ്ക്ക് ഈ കാനഡ എന്ന് പറയുന്നത്. പക്ഷേ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം അതിശക്തവും ദൃഢവുമായതുകൊണ്ട് കാനഡയെ പ്രതിരോധിക്കാൻ മോദി ട്രംപിനെ കൂട്ടുപിടിച്ചു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. ഏതായാലും ട്രംപിന്റെ നിലപാട് കടുത്തോടുകൂടി ഈ ട്രൂഡോയ്ക്ക് കാര്യം മനസ്സിലായി, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇയാൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ നേരെ പോയി ട്രംപിനെ കണ്ടു. ട്രംപിനെ കണ്ട് കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, രക്ഷിക്കണം, അബദ്ധം പറ്റിപ്പോയതാണ്, അതുകൊണ്ട് പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ട്രംപ് പറഞ്ഞു എന്താണെന്നറിയോ? രക്ഷിക്കുകയൊക്കെ ചെയ്യാം, ഒരു കാര്യം ചെയ്യും, കാനഡ എന്ന രാജ്യം പിരിച്ചുവിട്ട് ആ രാജ്യം അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കൂട്ടിച്ചേർക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയെ അവിടുത്തെ ഗവർണർ ആക്കിയേക്കാവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കളിയാക്കാവുന്നതിന്റെ അങ്ങേയറ്റം കളിയാക്കി. ഇത് പിടിച്ചു. അതോടുകൂടി സ്വന്തം രാജ്യത്തേക്ക് പോലും തിരിച്ചു വരാൻ വയ്യാത്ത രീതിയിൽ ട്രൂഡോ ഒറ്റപ്പെടുകയും തിരിച്ച് രാജ്യത്തെത്തി രാജി സമർപ്പിക്കുകയുമാണ് ഉണ്ടായത്. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷേ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റ് വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്ക് തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട്
മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യം പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.